ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷിലെ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറഞ്ഞ ഒരു 1 ആക്ട് പ്ലേ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു ക്യാരക്ടർ സ്കെച്ചാണ് അതിനകത്തുള്ള മെയിൻ ക്യാരക്ടറായിട്ടുള്ള ലേഡി അസിസ്റ്റൻറ്റിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 2020 മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ലേഡി അസിസ്റ്റൻറ്റിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. സോ ആദ്യത്തെ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടില്ലേ, ആ ഒരു വൈറ്റ് ബോക്സിനകത്ത്, അതാണ് കേട്ടോ. നമ്മൾ ആദ്യമേ ഈ ഒരു പ്ലേയുടെ പേര് പറയുന്നുണ്ട്. പിന്നെ അവർ ഒരു ഡിഗ്നിഫൈഡ് ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് നമ്മൾ ആദ്യമേ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ടൻറ്റ് എഴുതുകയാണ് ചെയ്യുന്നത്. അതായത് എന്താണ് ഈ ക്രിസ്മസിൻ്റെതായിട്ടുള്ള തിരക്കുകൾ, അവർ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. സോ എന്താണ് ക്രിസ്മസിൻ്റെതായിട്ടുള്ള കുറേ തിരക്കുകൾ കാരണം ഒരുപാട് പേര് പാഴ്സൽസ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ആൻഡ് ഓൾസോ അവർക്ക് ഒരുപാട് ഫണ്ണി ആയിട്ടുള്ള കുറേ പീപ്പിളുമായിട്ട് ഡീൽ ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൊക്കെ അവർ എല്ലാവരുടെ അടുത്തും ആയിട്ട് പറയുന്നുണ്ട്, മീൻസ് ഭയങ്കര വിനയത്തോടു കൂടി പറയുന്നുണ്ട് നേരത്തെ തന്നെ ഈ പാർസൽസൊക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കഴിവതും നേരത്തെ തന്നെ ഈ പാർസൽസൊക്കെ സെൻഡ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഈ റഷ് ഒഴിവാക്കിയിട്ട് എന്താക്കാം, പാർസൽസ് ഒന്നും വേറെ ഡാമേജ് ഇല്ലാണ്ട് എല്ലായിടത്തും എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ഐഡിയ വെച്ചിട്ടാണ് അവരെല്ലായിടത്തും അങ്ങനെ പറയുന്നത് അല്ലേ. ആ ഒരു കാര്യമൊക്കെ നമുക്ക് പറയാം. പിന്നെ പറയേണ്ട ഒരു കാര്യം, നമുക്ക് അവർ ഒരു ഡെഫ് ഓൾഡ് ജെൻറ്റിൽമാനുമായിട്ട് ഒരു ആർഗ്യുമെൻറ്റ് വെക്കുന്നുണ്ട് അല്ലേ. ആ സെക്കൻഡ് പാരഗ്രാഫിൽ ആ ഒരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, ആ ചെവി കേട്ടുവിടാത്ത ഒരു ജെൻറ്റിൽമാനുമായിട്ടുള്ള, മീൻസ് ഒരു വയസ്സായ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റ്സ് നടക്കുന്നുണ്ട്. സോ അവിടെയെല്ലാം അവർ ഭയങ്കര ക്ഷമയോടുകൂടി പേഷ്യൻസോടുകൂടി തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ആ ജെൻറ്റിൽമാൻ വന്നിട്ട് എന്താണ് സ്റ്റോറി പറയുന്ന പോലെ, പ്ലേയിൽ പറയുന്ന പോലെ എന്താണ് ബുക്കെന്ന് ചോദിച്ചപ്പോൾ, അസിസ്റ്റൻ്റ് ബുക്കെന്ന് ചോദിച്ചപ്പോൾ കുക്കെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഹ്യൂമറസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ നമ്മളവിടെ പറയുന്നത് ലേഡി അസിസ്റ്റൻ്റ് അത്തരത്തിലുള്ള ക്ലാഷും ആ ഒരു തിരക്കിനിടയിൽ ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള കുറേ ആർഗ്യുമെൻറ്റ്സ് വന്നിട്ട് കൂടി അതൊക്കെ എന്താണ് സ്വയം കൺട്രോൾ ചെയ്ത് പേഷ്യൻസോട് കൂടി ഭയങ്കര പൊളൈറ്റായിട്ട് അതിനെല്ലാം കൈകാര്യം ചെയ്തു എന്നുള്ള രീതിയിലാണ് നമ്മളവിടെ എഴുതി വെക്കുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ് ആ വൃത്തനായിട്ടുള്ള മനുഷ്യൻ എവർക്ക് മീൻസ് ലേഡി അസിസ്റ്റൻ്റ് ചെവി കേട്ടുകൂടാ എന്ന് വരെ കളിയാക്കുന്നുണ്ടല്ലേ. പക്ഷെ അവിടെയെല്ലാം അതെല്ലാം ഒരു തമാശയായിട്ട് എടുത്ത് ഷി ടേക്സ് ഇറ്റ് ആസ് എ ജോക്ക് ആൻഡ് ലാഫ് ഓവർ ഇറ്റ്, എല്ലാം ചിരിച്ച് കളയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊന്നും വലിയ പ്രശ്നമില്ല, അത് ആക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഈ ക്യാരക്ടർ സ്കെച്ചിൽ ആ ക്യാരക്ടറിൻ്റെ എന്താ പറയുക, ഇത്തരത്തിലുള്ള ക്വാളിറ്റീസാണ് നമ്മൾ കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്ത് പറയേണ്ടത് കേട്ടോ. ആ കഥ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് പകരം മീൻസ് ആ സന്ദർഭങ്ങൾ നമുക്ക് എഴുതാം, പക്ഷെ അതോടൊപ്പം തന്നെ ഈ ക്യാരക്ടറിന് ഇങ്ങനെയുള്ള കുറച്ച് ഗുഡ് ക്വാളിറ്റീസ് ഉണ്ട് എന്നുള്ളത് കൂടി സ്ട്രെസ് ചെയ്ത് പറയാം. ഓക്കെ, ദെൻ പിന്നെ അവിടെ ഒരു ഫാർമർ വന്നിട്ടുണ്ടായിരുന്നല്ലോ പോസ്റ്റ് ഓഫീസിൽ. അപ്പോൾ ആ ഒരു ഫാർമറാണ് ന്യൂസ് പേപ്പറിൽ എന്താണ് ലണ്ടൻ പോസ്റ്റ് ഓഫീസിൽ ഇതുപോലെ ഒരു പോസ്റ്റ് ഓഫീസിൽ എന്താ സംഭവിച്ചേ, ഒരു ടൈം ബോംബ് വരികയും ആ ഒരു ന്യൂസ് പേപ്പറിൻ്റെ കട്ടിങ്ങിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ന്യൂസ് പേപ്പർ അവിടെ എല്ലാവർക്കും വായിച്ച് കേൾപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്നിട്ട് അയാൾ നമ്മുടെ ലേഡി അസിസ്റ്റൻറ്റോടും പറയുന്നുണ്ട് എന്താണ്, ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ഇതുപോലെ ബോംബിൻ്റെയോ എന്തെങ്കിലും ഒരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പോലീസിന് ഇൻഫോം ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിലാണ് പിന്നെ എന്താണ് ഒരു ആൾ നമുക്ക് എന്താണ്, അതായത് ഒരു ഫോറിനർ ഒരു പാഴ്സൽ കൊണ്ട് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നൊരു ഇൻസ്റ്റൻസ് നമ്മൾ പറയുന്നുണ്ട് ഒരു പ്ലാക്കകത്ത്. പിന്നെ നമ്മൾ പറയുന്നത് ലാസ്റ്റ് ആ ഒരു ഫോറിനർ കൊണ്ട് പാഴ്സൽ സെൻഡ് ചെയ്തിട്ട് പോകുന്നുണ്ട്. സോ അയാൾ കൊണ്ടുവന്ന ആ പാഴ്സലിനകത്തുനിന്ന് ഒരു ടിക് ടിക് സൗണ്ട്, ബോംബിൻ്റെ ഇതുപോലെ തോന്നിക്കുന്ന ഒരു സൗണ്ട് എന്ത് ചെയ്യാണ്, ബെർട്ടി എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് ആദ്യം അത് കേൾക്കുന്നത്. മീൻസ് അവിടെ വന്നിരുന്ന ഒരു കസ്റ്റമറിൻ്റെ മകനാണ് ഈ ബെർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും അത് അറിയുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ ന്യൂസ് പേപ്പറൊക്കെ വായിച്ചിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും പേടിക്കുന്നുണ്ട്. സോ പെട്ടെന്ന് നമ്മുടെ ലേഡി അസിസ്റ്റൻറ്റോട് തന്നെ എല്ലാവരും കൂടി പറയുന്നുണ്ട് പോലീസിന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ അവർ ഇൻഫോം ചെയ്യുന്നു, പോലീസ് വരുന്നു. പിന്നെ എന്താണ് ഈ ഒരു ടൈം ബോംബിനെ ഡിഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നിട്ട് അതിൽ മുക്കി എടുക്കുന്നുണ്ട്. ആ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള കാര്യമൊക്കെ നമ്മളവിടെ പറയുന്നുണ്ട്. പിന്നെന്താണ് ആ ഒരു ടൈമിലാണ് ആ ടൂറിസ്റ്റ് മീൻസ് ആ ഫോറിനർ ആയിട്ടുള്ള വ്യക്തി ഈ പോസ്റ്റ് ഓഫീസിനകത്ത് അദ്ദേഹത്തിൻ്റെ ഗ്ലൗസ് മറന്ന് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. സോ ആ ഒരു ഗ്ലൗസ് എടുക്കാൻ വരികയും അപ്പോൾ ഈ ഒരു അദ്ദേഹത്തിൻ്റെ പാഴ്സൽ ഇതുപോലെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് നിർത്തുന്നത് കാണുകയൊക്കെ ചെയ്തിട്ട് അയാൾ പറയണം അത് വളരെ വിലപിടിപ്പുള്ള ഒരു ടൈം ക്ലോക്ക് ആയിരുന്നു അല്ലേ, സ്വിറ്റ്സർലാൻഡിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു എന്ന് പറഞ്ഞ് അയാൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്, ഇനി കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവസാനം ഇതിൻ്റെ എൻഡിൽ എന്താ സംഭവിക്കുന്നത്, ലേഡി അസിസ്റ്റൻറ്റ് ഇത്തരത്തിലുള്ള ഇത്രയും എന്താ പറയുക ഈ ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ള ഈ പീപ്പിളിൻ്റെ വർക്ക് ചെയ്യുന്നതിനേക്കാളും ഭേദം എന്താണ്, വല്ല അനിമൽ ഡിസ്പെൻസറിയിലും പോയി വർക്ക് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഓഫീസിലെ ജോലിയെല്ലാം മതിയാക്കിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ലാസ്റ്റ് പറയുന്നുണ്ട് എന്താണ്, അനിമൽസ് ഒരിക്കലും ഇത്തരത്തിൽ സില്ലി തിങ്സ് ഒന്നും ചെയ്യത്തില്ല, ഇത്തരത്തിൽ എന്താ പറയുക നിസ്സാരമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സെൻസ് ഇല്ലാത്ത പ്രവർത്തികളൊന്നും ഒരിക്കലും മൃഗങ്ങൾ ചെയ്യില്ല, മനുഷ്യന്മാരെ ചെയ്യത്തുള്ളൂ എന്നുള്ള രീതിയിൽ കൊമിക്കായിട്ടാണ് ഇത് അവസാനിപ്പിച്ചിട്ടുള്ളത്.
അപ്പോൾ നമുക്കൊരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ലേഡി അസിസ്റ്റൻ്റിൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, ഹമ്പിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, ഭയങ്കര പൊളൈറ്റായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. എത്ര ഒരു ഹീറ്റഡ് ആർഗ്യുമെൻറ്റ്സ് ഒക്കെ അവിടെ വന്നിട്ടും ഉണ്ടായിട്ടും അതെല്ലാം ഭയങ്കരമായിട്ട് എന്താണ് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്ത് പേഷ്യൻസോടുകൂടി അല്ലെ ക്ഷമയോടുകൂടി ആ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. പിന്നെ അവസാനം അവർ ഒരു വലിയൊരു റിയലൈസേഷനിലോട്ട് എത്തുന്നുണ്ട് അല്ലേ? ആ ഒരു റിയലൈസേഷൻ്റെ ആ ഒരു മീൻസ് ഒരു വലിയൊരു തിരിച്ചറിവിലോട്ടൊക്കെ അവരെത്തുന്നുണ്ട്. ആ ഒരു കാര്യമൊക്കെ നമുക്കവിടെ സ്ട്രെസ് ചെയ്ത് പറയാൻ പറ്റും. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കഥയുടെ ഇൻസ്റ്റൻസുകളും കയറ്റുന്നുണ്ട്. പിന്നെ ഈ ലേഡി അസിസ്റ്റൻറ്റ് ഭയങ്കര ഒരു നന്മമരമായിട്ട് നമ്മൾ പോർട്രേ ചെയ്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ മതി. അവിടെ നമുക്ക് ഓക്കെ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ.